Good morning. Good morning, ma'am. Good Good morning, morning, ma'am. ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. ഇത് സ്കൂൾ ഓപ്പണിംഗ് അല്ലേ? കുട്ടികളെ കൊണ്ടുവന്നാക്കാനായിട്ട് പോയില്ലേ ആരും? കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടെന്നാണ് മാം. കുറച്ച് പേര് പോയിട്ടുണ്ടല്ലേ? കുറച്ച് പേരെ കയറിയിട്ടുള്ളൂ. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ആരാണ്? ഞാനാണ് മാം. ആ. Lord, thank you for this new day as we begin our learning. Fill our minds with knowledge and our hearts with kindness. Help us to listen carefully and to speak respectfully. May we work hard, try our best, and support each other in all we do today. Bless our teacher, our classmates, and our families. Let this class be a place of peace, joy, and learning. Amen. ഓക്കെ. Sign in. Good morning, everyone. My name is Shruti Suresh. It's a pleasure to welcome you all here today. And I welcome Ashwati ma'am for today's class. ഓക്കെ. Then thought Ma'am, of the day. കഴിഞ്ഞോ? ma'am കേൾക്കുന്നുണ്ടോ? ഇവിടെ കറണ്ട് പോയായിരുന്നു. കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല. ഞാൻ പറയാം മാം. ഓക്കെ ഓക്കെ. ഞാൻ ഗ്യാപ്പ് വന്നപ്പോ വിചാരിച്ചു കഴിഞ്ഞു വിചാരിച്ചു. Okay. കണ്ടിന്യൂ ചെയ്തോളൂ. Okay. Good morning, everyone. My name is Shruti Suresh. It's a pleasure to welcome you all here today, and I welcome Ashwati ma'am for today's class. I'm so happy to see you together here. I hope the class will be great and successful. I hope you will enjoy the class. Have a good time. Thank you, ma'am. ഓക്കെ. ഓക്കെ, then thought of the day ആരാണ്? Thought of the day. Good morning, all. Thought of the day. Every day is a new chance to do something good. Thank you, ma'am. Thank you all. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയാണ് ഡിസ്കസ് ചെയ്തത്? Health check. ഹെൽത്ത് ചെക്കപ്പ് അല്ലേ? ഓക്കെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഒരു ആക്ഷൻ സോങ് ചെയ്യാവോ? ആക്ഷൻ സോങ്. മാം ഞാൻ ചെയ്യാം. ആ, ഓക്കെ. വീഡിയോ ഓൺ ചെയ്യാവോ? മാം പക്ഷെ ഇവിടെ കറണ്ട് ഇല്ല. കറണ്ട് ഇല്ല അല്ലേ? ഓക്കെ. വീഡിയോ ഓൺ ചെയ്താലും എന്നെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, അതുകൊണ്ടായിരുന്നു. ആ, ഓക്കെ, സാരല്ല. എന്നാൽ ഓഡിയോ മാത്രം മതി. Okay. Walking in the jungle, walking in the jungle. I'm not afraid, I am not afraid. One step, two step, three step forward. One step, two step, three step backward. Stop, listen. What is this? This is a monkey. Jump, jumping in the jungle, jumping in the jungle. I'm not afraid, I am not afraid. One step, two step, three step forward. One step, two step, three step backward. Stop! Listen, what is that? That is a frog. Stomping in the jungle, stomping in the jungle. I'm not afraid, I am not afraid. One step, two step, three step forward. One step, two step, three step backward. Stop. Listen. What is that? That is a token.
Hopping in the jungle, hopping in the jungle. I'm not afraid, I am not afraid. One step, two step, three step forward. One step, two step, three steps backward. Stop, listen. What is that? That is a tiger. Oh my God, run fast. Thank you. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. Thank you, ma'am. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി പോലെ ഒരു കാര്യം ചെയ്യാൻ തരാം. എന്താന്ന് വെച്ചാല് ഇന്നത്തെ പ്രത്യേകത എന്താ? എന്താണ് സ്പെഷ്യാലിറ്റി? ഇന്നത്തെ പ്രത്യേകത എന്താ? School back to school പിള്ളേരെല്ലാവർക്കും. സ്കൂൾ റീ ഓപ്പണിംഗ് ആണല്ലേ. അപ്പോ അടുത്ത വർഷം ഈ ഉള്ളവരുടെ എല്ലാവർക്കും ഒരു സ്കൂളിൽ പോസ്റ്റിംഗ് കിട്ടിയെന്ന് വിചാരിക്കുക. എന്തായാലും കിട്ടും, ഡെഫിനറ്റ് ആയിട്ട് കിട്ടും, അത് കൺഫേം ഉള്ള കാര്യമാണ്. ഒരു സ്കൂളില് നിങ്ങൾ ടീച്ചറായിട്ട് ഈ ദിവസം നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങളോട് പറയാണ് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളോട് എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് പറയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ പ്രിൻസിപ്പാൾ പറയുന്നു നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു മെസ്സേജ് നിങ്ങൾ പാസ് ചെയ്യണം സ്കൂൾ ഓപ്പണിംഗിന്റെ അന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് മെസ്സേജ് ആയിരിക്കും പാസ് ചെയ്യുക? ഞാൻ ഒരു 10 മിനിറ്റ് സമയം തരാം. ഓക്കെ, അതിനുള്ളില് സ്കൂൾ ഓപ്പണിംഗിന്റെ അന്ന് നിങ്ങളൊരു ടീച്ചറായിട്ടാണ് അവിടെ നിൽക്കുന്നത്, നിങ്ങൾ പറയുന്ന മെസ്സേജ് എന്താണെന്ന് ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് എല്ലാവരെയും കൊണ്ട് ഞാൻ വായിപ്പിക്കും കേട്ടോ. എല്ലാവർക്കും ബാധകമാണ്. ഇവിടെ ലൈവ് ക്ലാസ്സിൽ കയറിയിരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഈ കാര്യം ഒന്ന് എഴുതുക കേട്ടോ. നിങ്ങളൊരു ടീച്ചറാണെന്ന് ഓർക്കണം. ആ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മെസ്സേജ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, സ്കൂൾ ഓപ്പണിംഗ് ആണ്, നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളെയാണ്. എന്ത് മെസ്സേജ് ആയിരിക്കും പാസ് ചെയ്യുക? നിങ്ങൾക്ക് ഇംഗ്ലീഷിലും എഴുതാം, മലയാളത്തിലും എഴുതാം, 2 ലാംഗ്വേജിലും എഴുതാം കേട്ടോ. റെഡിയാണോ? ഓക്കെ ആണ്. ഓക്കെ, 10 മിനിറ്റ് തരാം കേട്ടോ.
എഴുതി കഴിഞ്ഞവരുണ്ടെങ്കിൽ വായിക്കാം കേട്ടോ. ഞാൻ രേണു. കഴിഞ്ഞോ? രേണുവിന്റെ കഴിഞ്ഞോ? ഇവിടെ നമ്മൾ ഒന്നിച്ച് കളിക്കും, പാടും, പഠിക്കും, പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തും, സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് വരും. ഓക്കെ, ഓക്കെ വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ, ഇനി ഓരോരുത്തരായിട്ട് വായിക്കുക കേട്ടോ. കഴിഞ്ഞവരുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ എഴുതിക്കോളും. മാം ഞാൻ പറയട്ടെ, കറക്റ്റ് ഒന്നും ആയിരിക്കില്ല, എന്നാലും ഞാൻ പറയാം. Good morning, dear children. Welcome to new class and happy to see you everybody. Best wishes and prayers also for you. Pray to God and concentrate the class. God will help you to your all steps forward. Thank you. നന്നായിട്ട് കേട്ടോ. ഓക്കെ, മാം ഞാൻ പറയട്ടെ. Ma'am, ഹമീദ. yes, ma'am. പറഞ്ഞോ. Hello, my little stars. Welcome to your school. I am so happy to see you today. We are going to have so much fun learning, singing, playing, and making new friends. Don't worry if you feel a little shy. I am here to help you. You are safe, smart, and very special. Let's smile, share, and enjoy our first day together. Thank you, ma'am. ഓക്കെ വെരി ഗുഡ്. മാം ഞാൻ പറയട്ടെ. അഞ്ചിമ പറഞ്ഞോ. Good morning, my little stars. Welcome to your first day at school. We will play, sing, learn, and have lots of fun together. Your teacher is here to take care of you. Let's smile and enjoy your day. Thank you. ഓക്കെ വെരി ഞാൻ പറയാം മാം. പറഞ്ഞോളൂ. രശ്മി പറഞ്ഞോളൂ. രശ്മി. Okay, ma'am. Good morning. The little one in front of me will be missing their home environment and definitely their mother. So I will join them and hug each of them and say, kids, this is your new home and I'm your mother. Just smile, kids. We are going to find a new friends and new game. I'm with you. Love you. Okay, ma'am. ഓക്കെ വെരി ഗുഡ്. അഫില ഷഫീഖ്. അഫില. Okay, ma'am. പറയാം. Welcome, little star. Hello, sweet little friends. Welcome to your school. A happy place to sing, play, learn, and smile. We are so excited to see your bright eyes and happy faces. This is a special place where you will make new friends, hear fun story, color, draw, and learn to many amazing things. You teachers are here to help you, love you, and take care of you every single day. Every day will be a new adventure full of fun, laughter, and love. You are special, you are smart, you are loud. Let's clap our hands, open your head, and get ready for your wonderful year together. Welcome to school, little stars. Thank you, ma'am. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ആരാ പറയുന്നേ?
ആതിര MV. മിസ് ഞാൻ മലയാളത്തിലോട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ. നമസ്കാരം. ഇന്നൊരു പുതിയ പ്രഭാതമാണ്. 2 മാസത്തെ കളികളും ചിരികളും എല്ലാം ആസ്വദിച്ച് തിരികെ അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് വരുന്ന ഒരു നല്ല പ്രഭാതം. നിരവധി അനവധി കുരുന്നുകൾ ഇന്നിവിടെ ആദ്യമായി അക്ഷരങ്ങളുടെ മഹാവിസ്മയ ലോകത്തേക്ക് ചുവടുവെക്കുകയാണ്. ആദ്യമായി സ്കൂളിൽ എത്തുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാ കുട്ടികൾക്കും കൂടി ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പുസ്തകങ്ങളിലെ വാക്കുകളല്ല അക്ഷരങ്ങൾ മാത്രം പഠിക്കാൻ ശ്രമിക്കാതെ നല്ല പാഠങ്ങൾ, ജീവിതത്തിലേക്കുള്ള നല്ല പാഠങ്ങൾ പഠിക്കുക. നല്ലൊരു വ്യക്തിയാവാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. Okay, very good. Then Rachel Rachu. Rachel. പറയാം മാം. Okay. We are so happy you are here. Get ready to laugh, learn, make new friends and have lots of fun. Always be kind, try your best, and never be afraid to ask questions. You are smart, strong, and full of amazing ideas. Let's make today a great day together. Welcome, kids. Okay. Thank you, ma'am. The next one is CB Mall. CB. Good morning, ma'am. Good morning, all of you. How are you all today? All are okay? Yeah, okay. Today is our school starting day. You all know about that? Yeah, okay. All are happy today? Today I tell something to all of you, that is obedience. Obedience is most important thing in our life forever. We all obedience our mother, father, and our elders, and also teachers, and also respect them always, and play together and take care of each others. Thank you. Okay. Thank you, ma'am. Very good. Then Famida Rashid. Famida. പറഞ്ഞു മാം. പറഞ്ഞല്ലേ? ഓക്കെ. ഫിയ ലോറൻസ്. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഇഷ്ടമായോ? വെക്കേഷൻ ടൈം എങ്ങനെയാണ് എല്ലാവരും സ്പെൻഡ് ചെയ്തത്? ഒന്ന് ഷെയർ ചെയ്യാമോ? പിന്നെ മഴക്കാലമായി, രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടുന്ന സമയമാണ്. മഴയത്ത് കളിക്കുകയോ ഒന്നും ചെയ്യരുത്, ശ്രദ്ധിക്കണം. നമുക്ക് കളിച്ചും ചിരിച്ചും ഈ ക്ലാസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, വെൽക്കം ടു അവർ ക്ലാസ്. Thank you. Okay. Very good. Then Mariam Shafi. Mariam. Hello, my little superstars. Welcome to your very first day. Today is the start of a big adventure where you will make new friends, sing fun songs, listen to exciting stories, and learn so many amazing things. School is like a magical box. Every day we will open it together and find something new to explore. Are you ready to fun? Let's do this. Okay. Then Thank you, ma'am. Ashwati Dev. Good morning, ma'am. Good morning, little stars. Welcome to first day. It is very special day for you. It's just cool. It's all about fun and pleasure. God bless you. How is your vacation? Today to start your routine back. You have wake up time, brushing time, shower time, breakfast, playing, watching time, watching TV time, dinner time, all things. So, good luck and enjoy your days. Thank you.
Okay, very good. Then Soumya Suresh. Soumya. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പറഞ്ഞു കേട്ടോ. നല്ല രീതിയിൽ സംസാരിച്ചു. എല്ലാവർക്കും നല്ല ടാലന്റ് ഉള്ളവരാണ്. ഓക്കെ, നമുക്ക് ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. ഇത് നമുക്ക് എടുക്കാനുള്ളത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങളതൊന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്, അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റിയുമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വീട്ടിനകത്തും പുറത്തും കുട്ടികളുടെ സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞേ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാറുണ്ടോ കുട്ടികളുടെ സേഫ്റ്റി? എല്ലാവരും തന്നെ ശ്രദ്ധിക്കാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താണ് പറയുന്നത് നോക്കാം. അതായത് ഈ ഒരു പാരഗ്രാഫിൽ മെയിൻ ആയിട്ട് പറയുന്നത് വീട്ടിലോ അല്ലെങ്കിൽ പുറത്തോ ഉള്ള കുട്ടികളുടെ സുരക്ഷയെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഒരു കുട്ടി എന്ന് പറഞ്ഞാല് അവൻ വീട്ടില് സുരക്ഷിതനായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വീട്ടിന് പുറത്തും ആ കുട്ടി സുരക്ഷിതനായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പാരന്റ്സ് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ അതിനകത്ത് നോക്കാം. എന്തൊക്കെയാണ് കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് നോക്കാം. അത് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമാണ് മെഡിസിൻസും കെമിക്കൽസും. അതായത് മരുന്നുകള്, അതുപോലെ തന്നെ കെമിക്കൽസ്, അതുപോലെ തന്നെ അപകടകരമായിട്ടുള്ള വസ്തുക്കള്, ഇത് കുട്ടികൾക്ക് ലഭ്യമാകാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അതായത് കുഞ്ഞു കുട്ടികളൊക്കെ ആവുമ്പോൾ വീടുകളിൽ എന്ത് ചെയ്യാറുണ്ട്? അതായത് ഭയങ്കരമായിട്ട് അവർ ഓടിച്ചാടിയൊക്കെ നടക്കുന്ന കുഞ്ഞുങ്ങളാണ് അല്ലെ? ഇപ്പൊ നടക്കാൻ ആരംഭിക്കുന്ന കുഞ്ഞുങ്ങള്, അല്ലെങ്കിൽ ഓടാൻ ഒരു എന്താ പറയുക 2-2.5 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സിനിടയിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ വെറുതെ ഇരിക്കില്ല. എപ്പോഴും ഇങ്ങനെ എന്താണ്, 1 വയസ്സ് തുടങ്ങി അവരിങ്ങനെ എന്താ പറയാ ഓരോ ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പാടുപെട്ടിട്ടായിരിക്കും ഉറക്കുന്നതൊക്കെ, അങ്ങനെയല്ലേ? അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇപ്പോ വീട്ടില് പ്രായമായ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പാരന്റ്സ് തന്നെ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഉണ്ടാകാം. ഇതൊക്കെ നമ്മൾ ഒരിക്കലും അശ്രദ്ധമായിട്ട് ഒരിടത്ത് വെക്കാനായിട്ട് പാടില്ല. എപ്പോഴും നമ്മളിത് സൂക്ഷിക്കേണ്ടത് എവിടെയാണ്? കുട്ടികളുടെ കൈയെത്താത്ത ദൂരത്തിൽ വേണം ചെയ്യേണ്ടത് നമ്മൾ ഈ മെഡിസിൻസും അതുപോലെ തന്നെ കെമിക്കൽസും സൂക്ഷിച്ച് വെക്കേണ്ടത്. ഓക്കെ, ഈ മരുന്നുകൾ എന്ന് പറയുമ്പോൾ അത് സിറപ്പുകൾ ഉണ്ടാവാം, അതുപോലെ ടാബ്ലറ്റ്സുകൾ ഉണ്ടാകാം, ഓയിൽമെന്റ്സ് ഉണ്ടാകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവാമല്ലോ. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളുടെ കൈയെത്തിക്കഴിഞ്ഞാൽ, കുട്ടികൾ അത് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ മരുന്നുകളൊക്കെ അവരുടെ മുമ്പിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അവർക്ക് കൈയെത്താത്ത ദൂരത്തിൽ, ചിലപ്പോൾ ഡൈനിങ് ടേബിളിൽ ആയിരിക്കാം വെക്കുന്നത്, അല്ലെങ്കിൽ ടിവിയുടെ സ്റ്റാൻഡിന്റെ എവിടെയാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ ഉള്ളൊരു ഉപരത്തിലായിരിക്കാം വെക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ഇത് അവരെടുത്തു കഴിയുമ്പോൾ എന്താണ് ഉണ്ടാവുക? അതിന്റെ ആഫ്റ്റർ അതെ, അത് അവരെടുത്ത്
കഴിക്കുക അല്ലെ? അവർക്കറിയില്ല, കുട്ടികൾക്ക് അതിനെക്കുറിച്ച് തീരെ ഇതില്ല അല്ലെ, കുട്ടികൾക്ക് എന്താണെന്ന് അറിയില്ലത്. അവർക്ക് എല്ലാം കാണുന്നത് കൗതുകമാണ്. എന്ത് കിട്ടിയാലും വായിലോട്ട് ഇടുന്ന ഒരു പ്രകൃതമാണ് എന്ത് ഈ ചെറിയ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഞാന് മുമ്പ് സ്റ്റുഡൻസുമായിട്ട് ഇക്കാര്യം, അതായത് നമ്മുടെ ഈ ചാപ്റ്റർ എടുത്തപ്പോൾ ഈ കാര്യം സംസാരിച്ചപ്പോൾ ഒരു കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു ടർപ്പൻ എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞു. കുഞ്ഞ്, അതായത് ടർപ്പൻ കുഞ്ഞിന്റെ, എനിക്ക് തോന്നുന്നു കുഞ്ഞ് കളിക്കുന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് അവർ വെച്ചിരുന്നതെന്ന് തോന്നുന്നു. ഇത് കുഞ്ഞ് തുറന്ന് അതെടുത്ത് കുടിച്ചു. പെട്ടെന്ന് തന്നെ ഇവരത് കണ്ടുകൊണ്ട് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തുകയും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുകയും പറ്റി. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കുട്ടിയുടെ അമ്മ പറഞ്ഞതാണ് ഡെറ്റോൾ കഴിച്ചല്ലേ. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയട്ടെ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. എക്സ്പീരിയൻസ് പറയണം, അല്ലെങ്കിൽ പിന്നെ നമുക്കത് ശരിയാവില്ല, പറയാതെ പോകുന്നത് ശരിയല്ല. പിന്നെ ഒരു കുട്ടിയുടെ അമ്മ പറഞ്ഞതാണ് കുഞ്ഞ് എന്തോ 2.5 വയസ്സോ 3 വയസ്സോ ഉണ്ട് കുഞ്ഞിന്, 2.5 വയസ്സാണെന്ന് തോന്നുന്നു. കുഞ്ഞ് കളിക്കുമായിരുന്നു. അപ്പോ കുഞ്ഞിന് മുത്തുകള്, അതായത് മാലയുണ്ടല്ലോ, നമ്മുടെ ബീഡ്സ് ഉണ്ടല്ലോ, അതിന്റെ മുത്തുകള് കളിക്കാനായിട്ട് കൊടുത്തു. അതായത് കുഞ്ഞ് അമ്മ കിച്ചണിലെ ജോലി ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സാധനങ്ങളൊക്കെ കുഞ്ഞിന് കൊടുത്തത്. കുഞ്ഞ് അവിടെ അടങ്ങിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പൊ കുഞ്ഞ് എന്ത് ചെയ്തു, ഈ മുത്തെടുത്തിട്ട് മുകളിലോട്ട് ഇങ്ങനെ പിടിച്ചു എന്നാ പറയുന്നത്. ഇങ്ങനെ പിടിച്ചു, മുകളിലോട്ട് ഇങ്ങനെ പിടിച്ചു. ഇതിങ്ങനെ പിടിക്കുകയല്ല, കുഞ്ഞിന്റെ മൂക്കിലോട്ട് പോയി. ഓക്കെ, കുഞ്ഞിന്റെ മൂക്കിലോട്ട് പോയി. പക്ഷെ ഇവരിത് കണ്ടിട്ടില്ല. ഈ എക്സ്പീരിയൻസ് ഉണ്ടായതിനു ശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത് ഇവർ അറിയുന്നത്. അങ്ങനെ ഈ മൂക്കിലോട്ട് പോയപ്പോ കുഞ്ഞ് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. കുഞ്ഞിന് അതിൻ്റെതായിട്ടുള്ള യാതൊരു കാര്യം, കരച്ചിലോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ ഒന്നും തന്നെ ആ സമയത്ത് കാണിച്ചില്ല. ഇവർ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. കുറെ നാളുകൾക്ക് ശേഷം കുഞ്ഞിന്റെ മൂക്കിൽ നിന്ന്, അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ബാഡ് സ്മെല്ല് വരുന്നു. ഒരു കെട്ട മണം എന്നാ പറയാ, ബാഡ് സ്മെല്ല് വരുന്നു. അതുപോലെ തന്നെ കുഞ്ഞിന് ഇടക്കിടക്ക് മുക്കിന്ന് വെള്ളം വരുന്നു. പിന്നെ കുഞ്ഞ് ഇടയ്ക്ക് തല വേദനിക്കുന്നു എന്ന് പറയുന്നുണ്ടെന്ന് പറയും. അങ്ങനെ ഇവര് എല്ലാ ഡോക്ടേഴ്സിനെയും കൊണ്ട് കാണിച്ചു. ചിലർ അലർജി ആണെന്ന് പറഞ്ഞ് അലർജിയുടെ മരുന്ന് കൊടുത്തു, ചിലർക്ക് തലവേദനയുടെ മരുന്ന് കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കുഞ്ഞ് 1 വർഷത്തോളം ഈ മുത്ത്, അതായത് ഇത് മൂക്കിലോട്ട് പോയിട്ട് ഈ നെറ്റിയുടെ നമ്മുടെ ഐബ്രോ ഉണ്ടല്ലോ, 2 ഐബ്രോയുടെയും മിഡിലായിട്ടാണ് ഈ മുത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ കുട്ടിക്ക് തലവേദന എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മൂക്കിൽ നിന്ന് ഈ ഒരു ബാഡ് സ്മെല്ല് വരുന്നത്. 1 വർഷത്തോളം കുഞ്ഞ് ഇത് വെച്ചുകൊണ്ടിരുന്നു. കാരണം കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും അവർക്കൊന്നും ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ലാസ്റ്റ് അവരുടെ വീടിന്റെ അടുത്തൊരു ക്ലിനിക്കിൽ അവര് പോയി. അവര് ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെയാണ്, കുറെ നാളായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ പല ഡോക്ടേഴ്സിനെ കാണിച്ചു, എന്താണെന്ന് പിടികിട്ടുന്നില്ല, പലരും പല മരുന്നുകൾ തന്നു, അതൊക്കെ കുഞ്ഞ് കഴിക്കുന്നുണ്ട്. പക്ഷെ ഈ മൂക്കിൽ നിന്ന് വെള്ളം വരുന്നത് ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷെ ഈ മൂക്കിൽ നിന്ന് ഈ ബാഡ് സ്മെൽ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. കുഞ്ഞിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു മുത്ത് ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ബാഡ് സ്മെല്ല് വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ കുഞ്ഞിന്റെ കാര്യം. കുഞ്ഞ് ആ 1 വർഷത്തോളം എന്ത് ചെയ്തു, ഇത് വിളിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. ആ കുട്ടി അത് ഷെയർ ചെയ്തപ്പോ ഭയങ്കരമായിട്ട് കരഞ്ഞു കേട്ടോ. കാരണം ഭയങ്കര ഇതോടുകൂടിയാണ് അത് പറഞ്ഞത്. കാരണം അത്രയും നാള് കുഞ്ഞ് അത് വെച്ചുകൊണ്ടിരുന്നല്ലോ, ഇത് കണ്ടുപിടിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു സംഭവം, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മള് തീരെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പാടില്ല. ഇത് വായിലിടുന്നതല്ലോ, ഇങ്ങനെ പിടിച്ചതാണ്, പെട്ടെന്ന് മൂക്കിപ്പോയി. ഓക്കെ, ഇതൊക്കെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ടർപ്പൻ എടുത്ത് കഴിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പാറ്റ ഗുളിക ഉണ്ടല്ലോ, അതെടുത്ത് കഴിച്ച ഒരു എക്സ്പീരിയൻസ് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ്. അങ്ങനെയുള്ള പല സംഭവങ്ങളും സ്റ്റുഡൻസ് ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഈ പറഞ്ഞ മരുന്നുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കുട്ടി എടുത്ത് കഴിച്ചിട്ടുണ്ടോ? എന്റെ മോള് കുഞ്ഞായിരിക്കുമ്പോ വിക്സ് എടുത്ത് മൊത്തം സകലം തല തൊട്ട് മേല് വരെ വരട്ടെ വിക്സ് എടുത്തിട്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് കുഞ്ഞ് അസ്വസ്ഥതകൾ കാണിച്ചില്ലേ?
അവൾക്ക് ഇങ്ങനെ പൊള്ളി പോലെ കാണിച്ചു. അപ്പൊ ഞാൻ മൊത്തം തുടച്ചു കളഞ്ഞിട്ട് പിന്നെ വാഷ് ചെയ്ത് കുളിപ്പിച്ചെടുത്തു. അപ്പൊ ക്ലിയർ ആയി. ക്ലിയർ ആയി അല്ലേ? ഓക്കെ ഓക്കെ. റേച്ചൽ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല മാം. കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ 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 ഓക്കെ. മാം എക്സ്പീരിയൻസ് എന്റെ എന്തെങ്കിലും മോന് പറയാമോ? മാം എന്റെ മോന് നഴ്സറിന്ന് ക്രയോൺ കൊടുക്കും അംഗനവാടിന്ന്. അപ്പൊ ആ ക്രയോണായിട്ട് ഞാന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പുസ്തകമുണ്ട്, ആ പുസ്തകം വെച്ചിട്ട് കളർ ചെയ്തോ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും. ഞാനൊന്ന് തിരിഞ്ഞപ്പോഴേക്കും അവൻ അതെടുത്തിട്ട് ക്രയോണിന്റെ കഷ്ണം മുറിച്ച് അത് മൂക്കിലിട്ടു. എന്നിട്ട് എന്തോ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ തുമ്മിക്കൂല്ലേ, അങ്ങനെ ആയപ്പോ അത് ഇങ്ങോട്ട് പോന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്നതായിരുന്നു, അപ്പോഴത്തേക്കും ശരിയായി. ശരിയായല്ലേ? ഓക്കെ യെസ് മാം. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പറയാം? സിബി മോള് പറ കേട്ടോ. മോളാണെങ്കിൽ ഡെറ്റോൾ കുടിച്ചായിരുന്നു. മോനും മോളും രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കിച്ചണിലായിരുന്നു. ആ സമയം മോൻ ആ ഡെറ്റോളിന്റെ കുപ്പിയുടെ അടപ്പ് തുറന്ന് കൊടുത്തു. അത് അപ്പം കുടിച്ചിട്ട് ഭയങ്കര ഛർദിലായിരുന്നു. ഛർദിൽ നിൽക്കുന്നില്ല, മാറി മാറി അങ്ങ് ഛർദിച്ച് അങ്ങ് ഒരു ബലമില്ലാതെ കിടക്കുമായിരുന്നു മോള് തോളയില്. കുഞ്ഞു പരുവത്തിൽ, അവൾക്ക് ഒരു വയസ്സൊക്കെ കാണുള്ളൂ. അപ്പൊ പിന്നെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ പേടിച്ചു പോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം അവര് പറഞ്ഞ് ഛർദിച്ച് പുറത്ത് പോയത് കൊണ്ട് കുഴപ്പമില്ല, പിന്നെ കുറച്ച് മരുന്നൊക്കെ തന്ന് വീട്ടിൽ വന്നു, പിന്നെ ഓക്കെ ആയി. പക്ഷെ ആ സമയം കുറച്ച് പേടിച്ചു പോയി, ഭയങ്കര ഛർദിലും ഒക്കെ ആയതുകൊണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. രശ്മി, മാം എനിക്ക് അനുഭവമൊന്നുമില്ല, പക്ഷെ 2-3 കാര്യം എനിക്കൊന്ന് പോയിന്റ് ആയിട്ട് പറയണമെന്നുണ്ട്. എനിക്കും 2 മക്കളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നിറഞ്ഞ ബക്കറ്റുകൾ, വെള്ളം നിറച്ച ബക്കറ്റുകൾ വെക്കാൻ പാടില്ല. അത് നമ്മൾ പലപ്പോഴും ന്യൂസുകളിൽ കേൾക്കുന്ന കുഞ്ഞ് ബക്കറ്റിൽ വീണ് മരിച്ചു എന്നൊക്കെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ അമ്മമാര്, ടീച്ചേഴ്സ് അതിനെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോവും, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റും. നമ്മൾ ഇപ്പോഴത്തെ എല്ലാവരും ഫോണിന്റെ അഡിക്റ്റ് ആണല്ലോ, എപ്പോഴും ഫോൺ ചാർജറിൽ വെക്കുകയും ചെയ്യും. ഈ ചാർജർ ഓഫ് ചെയ്തിട്ടാണ് നമ്മളിത് ചാർജർ അൺപ്ലഗ് ചെയ്യുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ചാർജറിന്റെ പിന്നെ നമ്മൾ എടുക്കുമ്പം അത് പവർ ഓഫ് ചെയ്തിട്ട് തന്നെ നമ്മൾ എടുക്കണം. പിന്നീട് നമ്മൾ ഈ ചെറിയ ചെറിയ അപ്ലയൻസസ് ഉണ്ടല്ലോ, നമ്മുടെ TV ആയാലും ഏത് കാര്യത്തിനും അതിന്റെ വയറൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളുള്ളിടത്ത് നമ്മളത് പിൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെ സേഫ് ഗാർഡ് ആക്കി വെക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയാണ്. പിന്നെ പറയാനുള്ളത് ചെറിയൊരു കാര്യമാണ്, പക്ഷെ അത് ഈ കോപ്പിക്കോ എന്ന് പറയുന്ന ഒരു മിഠായി കിട്ടുന്നുണ്ട്, ഭയങ്കര ഷൈനി ആയിട്ടുള്ളൊരു മിഠായിയാണത്. അത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് തൊണ്ടയിൽ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള മിഠായികൾ കഴിവതും കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഈ അവിലേസ് പൊടി, ഹോർലിക്സ്, പാൽപ്പൊടിയൊക്കെ ചുമ്മാ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കില്ല. അതിപ്പോ വലിയ കുട്ടിയാണെങ്കിൽ പോലും കുഞ്ഞു കുട്ടിയാണെങ്കിലും പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കൂലേ, അത് തൊണ്ടയിൽ പോയി ഇരുന്ന് ഒട്ടി പിടിച്ചിരിക്കാനുള്ളത്. ഞാൻ എൻ്റെ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മാസം പോയപ്പോ അവിടെ ഒരു കുട്ടി ഇങ്ങനെ ഹോർലിക്സ് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് അതിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ പുറത്ത് വന്ന് ശ്വാസം കിട്ടാതെ അവസാനം ഡോക്ടർ എന്തോ ഒരു എക്യുപ്മെന്റ് വെച്ചിട്ട് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ എടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കാണാനിട വന്നു. അപ്പൊ ഈ 2-3 കാര്യങ്ങൾ എനിക്കൊന്ന് പോയിന്റ് ആയിട്ട് പറയണമെന്നുണ്ടായിരുന്നു മാം. പ്രത്യേകിച്ച് ഈ ചാർജർ പിന്നുകളൊക്കെ അൺപ്ലഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളുള്ളിടത്ത് ചിലപ്പോഴൊക്കെ ഈ താഴെ ആയിരിക്കുമല്ലോ പ്ലഗുകള്, കുഞ്ഞുങ്ങൾക്ക് ഈ നടക്കാറായ കുട്ടികൾക്ക് എത്തുന്ന രീതിയിൽ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇലക്ട്രിസിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ അമ്മമാർ അരിയൊക്കെ ഊറ്റുന്ന സമയത്ത്, ഞാനാണെങ്കിൽ ഇളയ കുട്ടിയുടെ സമയത്ത് ആരുമില്ല, ഇപ്പൊ മോനിപ്പോ 2.5 വയസ്സായി. അപ്പം ഈ അരി ഊറ്റുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ടാസ്ക് ആണ്. കാര്യം നമ്മൾ ഈ അരി ഊറ്റാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഓടി വന്ന് കാലേ പിടിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം, ബേൺസ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ പരമാവധി ഈ ചൂടുള്ള കാര്യങ്ങളൊന്നും അടുത്ത് ഈ ടേബിളിന്റെ ഒന്നും സ്പേസിന്റെ ഒക്കെ അടുത്ത് വെക്കാതിരിക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് അനുഭവം ഉണ്ടായിട്ടില്ല മാം. ഓക്കെ. ഫിയ ലോറൻസ്, ഫിയ. എന്റെ മകൾ നഴ്സറിയിൽ പഠിക്കുമ്പോഴേ യൂണിഫോമിന്റെ ഷർട്ടിന്റെ കുക്ക് മാം പറഞ്ഞ പോലെ മൂക്കിൽ അവള് വെച്ചതാണോ അത് പോയതാണോ നമുക്കറിയാം, ഞങ്ങൾ കണ്ടില്ല. അത് കഴിഞ്ഞ് അവള് നഴ്സറി പോയി വന്നതിന് ശേഷം അവൾക്ക് വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമായപ്പോ അവൾക്ക് മൂക്കിൽ വേദന വന്നു.
വേദന വന്നപ്പോ ഞങ്ങള് മൂക്ക് പിടിക്കുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. എന്താന്ന് നമുക്കറിയില്ലല്ലോ. അത് കഴിഞ്ഞ് വേദന ഞങ്ങൾ ടോർച്ച് അടിച്ച് നോക്കി. അപ്പോഴാണ് ഈ ബട്ടൺസ് അതിൽ ഇരിക്കുന്നത് കണ്ടത്. അപ്പോ ബട്ടൺസ് അപ്പൊ വളരെ നമുക്ക് വേദന തുടങ്ങി. അപ്പോൾ സമ്മതിക്കുന്നില്ല കിട്ടാന്. ഞങ്ങള് അങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ ഇതാക്കാൻ പറഞ്ഞു. അപ്പൊ വലിച്ച് ചീറ്റി അങ്ങനെ പോന്നു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാം. നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് വന്നതാണ്. ഈ ബട്ടൺസ് അവള് പൊട്ടിച്ചു അതോ പൊട്ടി പോന്നതാണോ എന്ന് അറിയില്ല, നമ്മൾ കണ്ടില്ല. അങ്ങനെ മൂക്കിലിരുന്നു, ഒരു ദിവസം മൂക്കിലിരുന്നു. അത് വേദന വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞത്. കയറിപ്പോയില്ല, ഭാഗ്യത്തിന് മൂക്കില് അവിടെ ഇരുന്ന കാരണം നമുക്കത് കിട്ടി. ഞങ്ങൾ വലിച്ചപ്പോ തന്നെ അങ്ങനെ. ഓക്കെ. അപ്പോ മരുന്നുകളിലും അതുപോലെ കെമിക്കൽസിന്റെ ഒക്കെ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതുപോലെ തന്നെ ഇലക്ട്രിക് വയറുകൾ ഇൻസുലേറ്റ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, എന്താണ് ഇൻസുലേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇലക്ട്രിക് വയേഴ്സ് ഷോക്ക് അടിക്കും. ഷോക്ക് അടിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ് അല്ലെ? അപ്പോ അത് കുട്ടികളുടെ ശ്രദ്ധയിൽ പെടുത്താതിരിക്കണം. അതുപോലെ തന്നെ അതിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഇലക്ട്രിക് വയറുകൾ ഇൻസുലേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരേക്ക് വലിച്ചെറിയാം. ഓക്കെ, അതായത് തൊട്ടടുത്തിടാതെ എന്ത് ചെയ്യണം? ദൂരേക്കായിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങൾ നടക്കണ വഴിയിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തോ അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വലിച്ചെറിയാനായിട്ട് പാടുള്ളതല്ല. നമ്മൾ ദൂരേക്ക് എന്ത് ചെയ്യണം? പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങള് ഡെപ്പോസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചിലപ്പോ നമ്മുടെ ഫ്ലോറിൽ തന്നെ വെള്ളം ചിലപ്പോ വീണിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഓയിൽ വീണിട്ടുണ്ടാവാം. ഇതെന്ത് ചെയ്യണം? അപ്പൊ തന്നെ ക്ലീൻ ചെയ്യണം. ഓക്കെ, ചില കുഞ്ഞുങ്ങളുണ്ട്, ഈ നടക്കാനൊക്കെ ആരംഭിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരിങ്ങനെ പരതി നടക്കും, വീട് മുഴുവനും ഓടി നടക്കും അല്ലെ? കൈ കിട്ടിയ സാധനമൊക്കെ അവരെടുത്ത് വലിച്ചിടും. അങ്ങനെയുള്ള ഒരു ടൈപ്പാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. നടക്കാൻ ആരംഭിക്കുന്ന കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ. അപ്പൊ ഈ കിച്ചണിലൊക്കെ വരുമ്പോൾ കിച്ചണിൽ എന്താ പറയാ, ധാരാളം സാധനങ്ങൾ, ഇപ്പൊ കറി പൗഡേഴ്സ് വെച്ചിട്ടുണ്ടാവാം, ഓയിൽസ് വെച്ചിട്ടുണ്ടാവാം, പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ടിന്നുകളിലാക്കി കിച്ചണിൽ സൂക്ഷിച്ചിട്ടുണ്ടാവാം. ഏറ്റവും താഴെയാണ് ഓയിലിന്റെ ബോട്ടിൽ വെക്കുന്നതെങ്കിൽ കുട്ടി എന്ത് ചെയ്യും? അത് പ്രത്യേകിച്ചും എന്താണ് ഗ്ലാസ് ഐറ്റം ആണെങ്കിൽ, ഈ എന്താ പറയാ നമ്മള് വെളിച്ചെണ്ണയൊക്കെ ചില്ലുകുപ്പിയിലൊക്കെ സൂക്ഷിക്കില്ലേ, അങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെക്കുവാണെങ്കിൽ ഏറ്റവും താഴെയാണ് അത് വെക്കുന്നതെങ്കിൽ കുഞ്ഞ് അത് കൈയെത്തി പിടിക്കുകയും ചിലപ്പോൾ അത് കുഞ്ഞിന്റെ കൈ തട്ടി തന്നെ അവിടെ മറിഞ്ഞ് താഴെ വീഴുകയും ചെയ്യും. അതിന്റെ രണ്ട് ഫലമാണ് ഉണ്ടാവുക. ഒന്ന്, ആ കുപ്പിയാണെങ്കിൽ, അതായത് നമ്മുടെ ഗ്ലാസ് ഐറ്റം ആണെങ്കിൽ അത് പൊട്ടി അവിടെ തെറിക്കും. അതുപോലെ തന്നെ അതിനകത്ത് ഓയിലാണെങ്കിൽ കുഞ്ഞ് അതില് തെന്നി വീഴുകയും കൂടി ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞിന്റെ കൈ എത്താത്ത രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെയുള്ള ഇപ്പൊ കറി പൗഡേഴ്സ് ആയാലും അതിൽ ഓയിൽ ആണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് ടോപ്പിലായിട്ട് അത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത് വീണ് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ഓക്കെ, ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ തന്നെ അത് ക്ലീൻ ചെയ്ത് കളയണം. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിന്റെ കാര്യങ്ങൾ, ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മൾ എപ്പോഴും കെപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാവണം? എന്തിനു വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് യൂസ് ചെയ്യുന്നത്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. അതായത് എന്താ പറയാ, എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ നമ്മൾ പ്രാഥമികമായിട്ട് കൊടുക്കുന്ന എല്ലാ തരം എന്താ പറയാ എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ ടൂൾസ് അതിനകത്ത് ഉണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അടിയന്തരമായിട്ട് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, അപകട സാധ്യതയുള്ള ഗെയിമുകൾ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കാനായിട്ട് അനുവദിക്കരുത്. ഇപ്പൊ എല്ലാവരും എന്താ പറയാ മൊബൈൽ അഡിക്റ്റ് ആണ് അല്ലെ? എല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? മൊബൈൽ നന്നായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളാണ്. അതിനകത്ത് അവര് ധാരാളമായിട്ട് ഗെയിം കളിക്കും അല്ലെ? എന്തൊക്കെ ഗെയിമുകളാണ് കുഞ്ഞുങ്ങൾ കളിക്കുന്നത് ഇപ്പൊ? മൊബൈൽ ഫോണിൽ എന്തൊക്കെ ഗെയിമുകളാണ് കളിക്കുന്നത്? നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കുമല്ലോ. കുഞ്ഞുങ്ങൾ മൊബൈൽ കളിക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല അവര് എന്തൊക്കെ കളികളാണ് കളിക്കുന്നതെന്ന് ശ്രദ്ധിക്കാറുണ്ടോ അമ്മമാര്? അല്ലെങ്കിൽ മൊബൈൽ വെറുതെ കൊടുത്തിട്ട് പോവോ? എന്താ ചെയ്യുന്നേ? മോൻ ഗെയിം കളിക്കാറില്ല. ഗെയിം കളിക്കാറില്ല. ചില കുഞ്ഞുങ്ങളുണ്ട് ഗെയിം കളിക്കാറുണ്ട്. ഇപ്പൊ
അച്ഛനമ്മയൊക്കെ ജോലിക്ക് പോകുന്ന അവരാണെങ്കിൽ, ഇപ്പൊ ഫ്ലാറ്റ്, ഇപ്പൊ ഒറ്റ മകൻ അല്ലെങ്കിൽ ഒറ്റ മകൾ അങ്ങനെ, അതായത് വേറെ സഹോദരങ്ങൾ ആരും തന്നെ ഇല്ലെന്ന് വിചാരിക്കുക. ഫ്ലാറ്റിലായിരിക്കാം ചിലപ്പോൾ താമസിക്കുന്നത്. ഇപ്പൊ അച്ഛനമ്മയും ജോലിക്ക് പോകണം, ഒരുവിധം മുതിർന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും. ആ കുട്ടിക്ക് കൂട്ടെന്ന് പറയാനായിട്ട് മൊബൈൽ ഫോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം സഹോദരങ്ങൾ ഇല്ലാത്തവർക്ക് എന്താണ് ഒരുമിച്ച് കളിക്കാൻ അങ്ങനെയുള്ള, പുറത്തു പോയി കുട്ടികളുമായിട്ട് കളിക്കാനൊക്കെ കുഴപ്പമില്ല, അങ്ങനെയും പോകാത്ത കുട്ടികൾ നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ട്. അവരകത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ പ്രത്യേകിച്ച് കളിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാകാം. എന്നിരുന്നാലും കുട്ടി എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂട്ടായിട്ട് വരുന്നത്, അവരുടെ ബോറടി മാറ്റുന്നത് ആരാണ്? ആരാ മാറ്റുന്നത് അവരുടെ ബോറടി? ആരാ മാറ്റുന്നത്? അല്ലേ? അപ്പൊ അതിനകത്ത് ചിലപ്പോ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ, വാർത്തകളിലൊക്കെ ഇട്ടായിരുന്നു. എന്താണ് എന്താ പറയാ, PUBG കളിച്ചിട്ട് കുട്ടി, ഫ്രീ ഫയർ, ബ്ലൂ വെയിൽ ഗെയിം, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളൊക്കെ കുട്ടികള് അഡിക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ ചില പാരന്റ്സ് ശ്രദ്ധിക്കില്ല, മൊബൈൽ കൊടുത്തിട്ടായിരിക്കും പാരന്റ്സ് പോകുന്നത്. പക്ഷെ അവരെന്താണ് കളിക്കുന്നത്, എന്താണ് അവരതിനകത്ത് ചെയ്യുന്നതെന്ന് മിക്ക പാരന്റ്സും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആയാല് അത് കുട്ടികളെ കൂടുതലായിട്ട് അപകടത്തിലാക്കും. അപ്പൊ ഇങ്ങനെയുള്ള അപകടകരമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിമുകളും മറ്റൊക്കെ കുട്ടികൾക്ക് കൊടുക്കാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ വരുമ്പോൾ പടക്കം പൊട്ടിക്കുമല്ലോ. അതായത് നമുക്കറിയാം, ഈ പടക്കം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ മാക്സിമം കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ, ഇപ്പൊ കമ്പിത്തിരി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാകാൻ ശ്രമിക്കുക, അല്ലാണ്ട് കൊടുത്തിട്ട് ഒരിക്കലും നമ്മൾ പോകാനായിട്ട് പാടില്ല. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ഗുണ്ടൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ അപകടകരമായിട്ടുള്ള ഐറ്റംസ് ആണ് അല്ലെ. പടക്കം, അതുപോലെ ഗുണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതായത് പെട്ടെന്ന് എന്ത് ചെയ്യും, ഇത് പൊട്ടിത്തെറിക്കും, പിന്നെ നമ്മുടെ ദേഹമാസകലം പൊള്ളും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല ഇൻസിഡന്റും നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സ്കൂളിലേക്കും അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും ചില കുഞ്ഞുങ്ങൾ സ്കൂൾ വാനിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾസ് ഉണ്ടാവാം, ഓട്ടോറിക്ഷ ഉണ്ടാവാം, ജീപ്പ് ഉണ്ടാവാം, ട്രക്കർ ഉണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോ കുഞ്ഞുങ്ങളെ സ്കൂളില്, അതായത് സ്കൂൾ വണ്ടിയിൽ കയറ്റുന്നതിന് മുമ്പും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരെ സ്കൂൾ വണ്ടിയിൽ ഇറക്കുന്ന ആ ഒരു സമയത്തും പാരന്റ്സ് കൂടെ ഉണ്ടാവാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാവുക നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, കുഞ്ഞിനെ സ്കൂൾ വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറക്കുന്ന സമയത്ത് എന്തൊക്കെ അപകടങ്ങൾ പതിയിരിപ്പുണ്ടാകാം, എന്തൊക്കെയായിരിക്കും ഉണ്ടാവുന്നത്? അത് കുട്ടി ഓപ്പോസിറ്റ് സൈഡിലാണ്, ഇപ്പറാണ് വീട്, ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിലാണ് വീടെങ്കിൽ കുട്ടി അപ്പുറത്ത് ഇറങ്ങിയിട്ട് വണ്ടിയുടെ ബാക്കിൽ കൂടിയാണ് ക്രോസ് ചെയ്ത് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഡ്രൈവർ ശ്രദ്ധിക്കില്ല. ഇപ്പൊ ബാക്കിട്ട് എടുക്കുക അല്ലെങ്കിൽ ഫ്രണ്ടിട്ട് എടുക്കുക ചെയ്യുമ്പോൾ വണ്ടിയിൽ മുട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇറക്കാൻ ആരും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി അറിവായ കുട്ടികളെ ചിലപ്പോൾ ഇറക്കാൻ ആരും ചെല്ലില്ലായിരിക്കും. അപ്പൊ അവര് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷെ ബാക്കിക്കിടയിൽ ഓടി വരുമ്പോൾ ചിലപ്പോൾ ഡ്രൈവർ ശ്രദ്ധിച്ച് കാണാൻ പറ്റിയെന്ന് വരില്ല. പോകുമ്പോൾ കുഞ്ഞു പൊക്കമൊക്കെ കുറഞ്ഞ കുട്ടികളാകുമ്പോൾ ഫ്രണ്ടിൽ കിടയിൽ ഓടുമ്പോൾ കാണില്ല. അതെ, കുഞ്ഞുങ്ങള് അപകടത്തിൽപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. ടയറിന്റെ ഇടയിലൊക്കെ പോയി കുത്തി മരിച്ച സംഭവമൊക്കെ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടികളുടെ സേഫ്റ്റി നമ്മൾ നോക്കണം, പ്രോപ്പർ ആയിട്ട് ലൈസൻസ് ഉണ്ടോ, അതുപോലെ തന്നെ കൂടുതൽ പേരെ കയറ്റുന്നുണ്ടോ, കൂടുതൽ ഓവർലോഡ് ആണോ, അതുപോലെ സ്പീഡ് കൂടുതലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരാണ്, രശ്മി പറഞ്ഞു എന്ന് തോന്നുന്നു, ഈ ബക്കറ്റിൽ വീട് വയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ ഇടയിൽ അല്ലെ കുഞ്ഞുങ്ങള്. എന്ന് വെച്ചാല് ഇതൊരു 3 വർഷം മുമ്പ് നടന്നാണെന്ന് തോന്നുന്നു. ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിന് വീടിന്റെ മുറ്റത്തായിട്ട് അവർക്ക് ടാപ്പുണ്ട്. അപ്പോ അമ്മ എന്ത് ചെയ്തു, കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റിൽ വെള്ളം നിറച്ചു. പകുതിയായിട്ടുള്ളൂ വെള്ളം, കുഞ്ഞിനെ തിരുത്തി. അമ്മ സോപ്പ് എടുക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു, ടാപ്പ് തുറന്നിട്ടുണ്ട്. അമ്മ എന്ത് ചെയ്തു, സോപ്പ് എടുക്കാനായിട്ട് കിച്ചണിലോട്ട് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അവിടെ എന്താ അമ്മ ചെയ്ത കുറ്റം എന്താ? കുട്ടിയെ ബക്കറ്റിന്റെ ഉള്ളിൽ ഇട്ടിട്ട് പൈപ്പ് തുറന്നിട്ടുണ്ട്.
പൈപ്പ് തുറന്നിട്ട് പോയി. അത്രയും എത്രത്തോളം ശ്രദ്ധയുണ്ടെന്ന് നോക്കി അമ്മമാർക്ക്. അപ്പൊ അത്രത്തോളം കാര്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മൂലം, ഇങ്ങനെയുള്ള അതായത് ചെറിയൊരു കാര്യമായിരിക്കും, എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും, അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ വെള്ളക്കെട്ടിൽ വീണ് മരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് കുഞ്ഞ്. അതായത് ഒരു എന്താ പറയുക, ഇതൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ ശരിക്കും നടന്ന സംഭവങ്ങളാണ് കേട്ടോ. ഒരു കുഞ്ഞ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് മോൻ. സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഒരുവിധം വലുതാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുവിധം വലുതാണ് അല്ലെ. തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ്. അമ്മമ്മയാണുള്ളത്. അമ്മമ്മയോട് പറഞ്ഞു ചോറ് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. അമ്മമ്മ ചോറ് എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോയി. തിരിച്ചു വന്ന് ചോറ് കൊണ്ട് വന്നപ്പോ കുഞ്ഞിനെ കാണുന്നില്ല. പിന്നെ അവരെ പാരന്റ്സിനെ അറിയിച്ചു, പോലീസിനെയൊക്കെ ഇൻഫോം ചെയ്തു. കുട്ടി എവിടെ പോയി? കാരണം അത്രയും നേരം കുട്ടി ഉണ്ടായതാണ്. അവർ ചുറ്റുപാടൊക്കെ അത് അന്വേഷിച്ചു, പക്ഷെ ഒന്നും കാണുന്നില്ല. അയൽവക്കങ്ങളിൽ അന്വേഷിച്ചു, കുട്ടി പോകാറുള്ള കൂട്ടുകാരുടെ വീട്ടിൽ അന്വേഷിച്ചു, അവിടെ ഒന്നും കുഞ്ഞിനെ കാണുന്നില്ല. ഒരു രാത്രി മുഴുവൻ പോലീസ് അന്വേഷിക്കുകയാണ് കുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി, അല്ലെങ്കിൽ കുട്ടി എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതാണോ. കാരണം കുട്ടി ഒരുവിധം വലുതാണല്ലോ. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. പിറ്റേ ദിവസം വീടിന്റെ തൊട്ടടുത്ത ഒരു പാടമുണ്ട്. ആ പാടത്തിൽ കുട്ടിയുടെ ഡെഡ് ബോഡി പൊന്തിക്കിടക്കുവാണ് കണ്ടത്. കാരണം വെള്ളക്കെട്ടിൽ കുഞ്ഞ് ഇറങ്ങിയതാണ്, ആരും കാണാത്ത വെള്ളക്കെട്ടിൽ കുഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെ കാൽ വഴുതിയിട്ട് വെള്ളക്കെട്ടിൽ അകപ്പെട്ടു പോയി, കുഞ്ഞ് മരിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ ഷോളൊക്കെ കളിക്കാനായിട്ട് കൊടുക്കും അല്ലെ കുഞ്ഞുങ്ങൾക്ക്. സാരി ഷോളൊക്കെ കളിക്കാൻ കൊടുക്കാറുണ്ടോ പെൺകുട്ടികൾക്ക്? ഉണ്ടോ? കൊടുക്കാറുണ്ടല്ലേ? നമ്മൾ കൊടുക്കാറുണ്ട്. കൊടുത്തിട്ട് നമ്മൾ കൂടെ ഇരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. കൊടുത്തിട്ട് നമ്മൾ പോവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു കഴുത്തില് ചുറ്റി മുറുകാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ, മരണം വരെ സംഭവിക്കാം. അപ്പോ പെൺകുട്ടികൾക്ക് കൂടുതൽ കൗതുകമാണ് ഇങ്ങനെയുള്ള സാരി ചുറ്റാനും, അതിൽ ഷാളൊക്കെ ഉപയോഗിച്ചിട്ട് സാരിയൊക്കെ കളിക്കാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മമാർ എന്തെങ്കിലും എളുപ്പപ്പണിയാണ് അല്ലെ, അമ്മമാർക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ. അപ്പോ അങ്ങനെ ഷോളൊക്കെ കുരുങ്ങി മരിക്കാനിടയായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കേസ് പറയുവാണെങ്കിൽ, ഗ്യാസിൽ നിന്ന് തീ പടർന്ന് ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയാ 4-5 വർഷം മുമ്പാണ്. വയനാട്ടിലാണ് ഈ സംഭവം. ഈ കുട്ടിയും പിന്നെ അച്ഛനും അമ്മയുണ്ട്. പിന്നെ ഈ കുട്ടിക്ക് 2 ഇളയ സഹോദരിമാരാണ്. ഈ കുട്ടിക്ക് ഒരു 10 വയസ്സുണ്ട് കേട്ടോ. ബാക്കി 2 പിള്ളേരും ചെറിയ പിള്ളേരാണ്. വയനാട്ടിലാണ്, ആദിവാസി മേഖലയാണ്. 2 പേര് അച്ഛനും അമ്മയും രാവിലെ ആവുമ്പോൾ, ഒരു ദരിദ്ര കുടുംബമാണ്. രാവിലെ ആകുമ്പോൾ പണിക്ക് പോകും, കാട്ടിൽ പണിക്ക് പോകും. ഓക്കെ, വിറക് വെട്ടലോ അങ്ങനെ ഇതൊക്കെയുള്ള പണികളാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഈ മൂത്ത കുട്ടിയെയാണ് എല്ലാ ജോലികളും ഏൽപ്പിച്ചിട്ട് പോവുക അമ്മ. എനിക്ക് തോന്നുന്നു വെളുപ്പിന് 5 മണിക്കാണ് പോവുക. പിന്നെ രാത്രി 7 മണിയാവുമ്പോൾ അച്ഛനെ തിരിച്ചു വരുമ്പോ. അപ്പൊ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യേണ്ടത് ആരാണ്? ഈ മൂത്ത കുട്ടിയാണ്. നമുക്കറിയാലോ ആദിവാസി മേഖല എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം അവർക്ക് അക്ഷരാഭ്യാസം ഉണ്ടെങ്കിൽ വിവരമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഈ 2 കുഞ്ഞുങ്ങളെയും നോക്കണം, അതുപോലെ തന്നെ ആ വീട്ടിലെ ജോലിയും ചെയ്യണം കുഞ്ഞ്. അപ്പൊ അങ്ങനെ പോയപ്പോൾ ഒരു ദിവസം ഈ കുഞ്ഞ് അടുപ്പില് എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 കുഞ്ഞുങ്ങള് താഴെയുള്ള 2 കുഞ്ഞുങ്ങൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അടുപ്പിൽ നിന്ന് ഈ കുട്ടിയുടെ ഡ്രസ്സിലോട്ട് തീ പടർന്നു. ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു ആ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നേ. കുഞ്ഞ് തീയിലകപ്പെട്ടു മരിച്ചു. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മള് കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ കിച്ചണിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലവർ കൈകാര്യം ചെയ്യാൻ കൊടുക്കും അല്ലെ. ചിലവർ പറയും ഗ്യാസ് കത്തിക്കാൻ പറയും, ചില അമ്മമാര് കത്തി കൊണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനായിട്ട് പറയും. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കാം. പക്ഷെ ഇത് ചെയ്യിപ്പിക്കുന്നതിന് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾ, അതായത് കുറച്ചുകൂടി മുതിർന്നതിന് ശേഷം നമ്മൾ ജോലികൾ കുഞ്ഞുങ്ങളെ കൊണ്ട് എടുപ്പിക്കാം. അല്ലെങ്കിൽ ചെറിയ അവർക്ക് എന്താണ് അധികം പ്രശ്നമില്ലാത്ത ജോലികൾ നമുക്ക് അവർക്ക് കൊടുക്കാം. അല്ലാതെ വലിയ റിസ്ക് ആയിട്ടുള്ള ജോലികളൊന്നും അവരെ കൊണ്ട് എടുപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ കണ്ട് എന്താ പറയാ ഭക്ഷണം കുടുങ്ങിയ കേസുകൾ, അതായത് തൊണ്ടയിൽ കുടുങ്ങിയ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില അമ്മമാര് എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ കൊടുക്കും. ഓക്കെ, അത് കണ്ടുകൊണ്ടായിരിക്കും കുഞ്ഞ് ചിലപ്പോ ഭക്ഷണം കഴിക്കുന്നത്. ഇതെന്ത് ചെയ്യും, നേരെ അന്നനാളത്തിലോട്ട് പോകുന്നതിന് പകരം നമ്മുടെ ശ്വാസകോശം ലങ്സിൽ കുടുങ്ങും അല്ലെ ഭക്ഷണം. അപ്പോഴാണ് മരണം സംഭവിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഇതാണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബേസിക് ആയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തത് കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കാം.
ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം അല്ലെ? സമ്മപ്പ് ചെയ്യാം. ആരാണ് സമ്മപ്പ് ചെയ്യാം? ഞാനാണ് മാം. ആ, ഇംഗ്ലീഷിൽ ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷില്. Okay, ma'am. Okay. Good morning to all. I am very pleased to express my gratitude to Ashwati ma'am. Our class started with prayer by Rachel, siren by Shruti, and meaningful thought by Amrita, followed by informative class by our miss. Today we continued our class with an action song by Shruti. It was fantastic and we were given an activity to share a message to little ones on the first day of the school if we were a teacher this day next year. Every member in our class had innovative ideas. Well done, future teachers. And we continued our class with safety measures of the children. Everyone shared their own experiences and it was very interactive class where we all got a platform to interact and it was helpful to lessen our stage fear. That's all about today's class. It's me, Rashmi, signing out. Thank you, ma'am. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? Yes, ma'am. Yes, ma'am. ഓക്കെ, ഞാൻ നിങ്ങളോട് ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് അല്ലേ പറഞ്ഞിരുന്നത് ചെയ്യാനായിട്ട്? അതെ. സമ്മപ്പ് പറയാനാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ സൈൻ ഔട്ട് ആണ് പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് സമ്മപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സൈൻ ഇൻ ഔട്ട് എന്നാ മാം കേട്ടത്, സോറി. സൈൻ ഔട്ട് എന്നാണ് കേട്ടത് അല്ലേ? ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മപ്പ് ചെയ്യാവോ? കുഴപ്പമില്ല രശ്മി, ഇറ്റ്സ് ഓക്കെ. ഒന്ന് സമ്മപ്പ് ചെയ്യാമോ ആരെങ്കിലും ഇന്ന് പറഞ്ഞ കാര്യങ്ങള്? ഇന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ്? വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ മാത്രമേ. തന്നെ പറഞ്ഞാൽ മതിയോ മാം? മതി മതി, രശ്മി തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് തരും അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് തരും. ആ സമയത്തില് നിങ്ങൾ എന്ത് ചെയ്യണം? സമ്മപ്പ് ചെയ്യണം. അതായത് ഇന്ന് പറഞ്ഞ കാര്യങ്ങള് ഇംഗ്ലീഷിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അതിനുശേഷമാണ് സൈൻ ഔട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് തുടങ്ങി എല്ലാവരും അത് ശ്രദ്ധിക്കണം. ഓരോരുത്തരായിട്ട് മാറി മാറി ചെയ്യാം, നിർബന്ധമായിട്ടും ചെയ്യണം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് മെസ്സേജ് പറയിപ്പിച്ചായിരുന്നു, കുറച്ച് ലേറ്റ് ആയി. അല്ലെങ്കിൽ നമുക്കൊരു 11:15 ക്ലാസ് നിർത്തിയിട്ട് 15 മിനിറ്റോളം എന്ത് ചെയ്യണം? ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ പഠിപ്പിച്ചത് അത് നിങ്ങൾ ഇവിടെ ഇംഗ്ലീഷിൽ സമ്മറൈസ് ചെയ്യണം. ഓക്കെ, രശ്മി തന്നെ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ. Okay, ma'am. Today's class we discussed about the safety measures that we have to take care about the children. First one, we have to keep the medicines, chemicals, and other dangerous things from reach out of the children. We have to take care about the electricity. Electricity board and the all these type of equipments we have to reach out of the children, and we have to care about water containing buckets also. We have to. Hello, ma'am. പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. Water containing cans and all these have to reach out of the children, and we have to notice that the children are safe in all cases, ma'am. Okay. Okay. Thank you, Rashmi. Okay. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യുക. എന്തൊക്കെ സജഷൻസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളതെന്ന് ആലോചിക്കുക കേട്ടോ, അമ്മമാർക്ക്.
അതിപ്പോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽപ്പെട്ട കുഞ്ഞുങ്ങളായാലും അല്ലെങ്കിൽ അവിടെയുള്ള പാരന്റ്സിനോടായാലും ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ പാരന്റ്സിനോടായാലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം, എന്തൊക്കെ സജഷൻസ് നമുക്ക് മുന്നോട്ട് വയ്ക്കാന്നും കൂടി ഒന്ന് ചിന്തിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് അതിനൊന്ന് തിങ്ക് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയിപ്പിക്കും എല്ലാവരെ കൊണ്ട് കേട്ടോ. എന്തൊക്കെ സജഷൻസ് ആണ് നിങ്ങൾക്ക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കാനുള്ളത് കാര്യം അടുത്ത തിങ്കളാഴ്ച ഞാൻ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.